ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പം ഇപ്പോൾ വൈകുന്നേരമായി. ഞാൻ ഒന്ന് ശംഖുമുഖം വരെ പോയാലോ എന്നൊന്ന് ആലോചിക്കുകയാണ്. കുറേ കാലമായി ഞാൻ ശംഖുമുഖത്തോട്ടൊക്കെ പോയിട്ട്. പണ്ട് നമുക്ക് ഈ മോൾ കൺസെപ്റ്റ് ഒക്കെ വരുന്നതിന് മുന്നേ ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ ഒറ്റയ്ക്ക് വൈകുന്നേരം നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച്. പിന്നെ കോളം ബീച്ചുണ്ട്, പക്ഷെ എന്നാലും ശംഖുമുഖം ബീച്ചിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഈ മറ്റേ കോവിഡിന്റെ സമയത്തൊക്കെ അവിടെ എല്ലാം ക്ലോസ് ചെയ്ത് കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കടൽ കയറിയിട്ട് മണ്ണെല്ലാം ഇടിഞ്ഞു പോയി. ഒരുപാട് നാൾ അവിടെയൊക്കെ എല്ലാം കംപ്ലീറ്റ് എല്ലാം ഡാമേജ് ആയി കിടക്കുമായിരുന്നു. ഇപ്പൊ വീണ്ടും അവിടെയൊക്കെ കുറേയൊക്കെ റെനോവേറ്റ് ചെയ്തു എന്നാണ് കേട്ടത്, പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. പിന്നെന്താണെങ്കിലും ഞാൻ ശംഖുമുഖം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തെ സൺസെറ്റും കണ്ട് അവിടെ ഇപ്പൊ എങ്ങനെയുണ്ട്, നീറ്റാണോ, ആൾക്കാർക്കൊക്കെ ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പോയി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ശംഖുമുഖം വരെ ഒന്ന് പോയിട്ട് വരാം. സമയം 5:30 മണി കഴിഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. സൺസെറ്റിന് മുന്നേ അവിടെ എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുവാണ്. അതായത് ഈ വൈകുന്നേരം ഓഫീസ് വിട്ട ടൈമല്ലേ, നല്ല ട്രാഫിക് ഉണ്ട് സിറ്റിയിൽ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 15 മിനിറ്റ്സ് മതി എൻ്റെ വീട്ടിൽ നിന്ന് ശംഖുമുഖം ബീച്ച് വരെ എത്താനായിട്ട്. പക്ഷേ ഇതിപ്പം ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉണ്ട്. നമുക്ക് നോക്കാം എത്താൻ പറ്റുമോ എന്ന് നോക്കാം. ഇപ്പോൾ ഈ ഇടത്തെ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എൻട്രൻസ് ആണ്. അപ്പോൾ ആ എയർപോർട്ട് കോംപ്ലക്സ് ആണ് ഇനിയിപ്പോൾ ഈ സൈഡിൽ മുഴുവൻ. നമ്മളങ്ങനെ ഏകദേശം ശംഖുമുഖം എത്തുകയാണ്. ശംഖുമുഖം ദേവി ക്ഷേത്രത്തിന്റെ ആ ഒരു കോംപ്ലക്സ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഇവിടെ. നമുക്ക് കാർ ഒന്ന് പാർക്ക് ചെയ്തിട്ട് വേഗം അങ്ങോട്ട് ബീച്ച് സൈഡിലോട്ട് പോവാം. കയറി വരുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഇരിക്കുന്നത്. ഇത് MI-8 വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററാണ്. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കീഴിൽ 1972 മുതൽ 2017 വരെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. പല ഓപ്പറേഷൻസിലും ഈ ഹെലികോപ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന ഉടനെ ഇവിടെ ജലകന്യകയുടെ കോൺക്രീറ്റിൽ തീർത്ത ഒരു രൂപമുണ്ട്. ഇത് നമ്മുടെ പ്രശസ്ത ശില്പി ശ്രീ കാനായി കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലാണ് ചെയ്തേക്കുന്നത്. അപ്പം സൺസെറ്റ് ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2 കുട്ടി ജീപ്പ് ഇവിടെ കിടപ്പുണ്ട് കണ്ടോ. അത് നല്ല കൗതുകം തോന്നിച്ചു. പിന്നെ അതുപോലെ ഇത് കണ്ടോ, ഒരു ചെറിയ ട്രെയിനാണ്. പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കി, അതിന്റെ ടയറൊക്കെ നോക്കി. ഇതെന്തോ തട്ടിക്കൂട്ട് വണ്ടിയാണ്. ഇവര് ശരിക്കും പറഞ്ഞാൽ ഇത് ട്രാക്കിൽ കൂടെ ഒന്നുമല്ല ഓടിക്കുന്നത്, ഈ ആൾക്കാർ നടക്കുന്ന വഴി കൂടെ തന്നെയാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അത് ശരിക്കും എനിക്ക് ഡേഞ്ചർ ആയിട്ടാണ് തോന്നിയത്. കാര്യം പല ആൾക്കാരുടെ ഇടയിൽ കൂടെ ഈ ട്രെയിൻ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അങ്ങനെ സൺസെറ്റ് ആയി കഴിഞ്ഞു. ഞാനൊരു 10-15 മിനിറ്റോടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ സൺസെറ്റ്, ഈ സൂര്യൻ ഒന്നും കൂടെ നല്ല ഗ്ലോ ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാണാൻ. അതെനിക്ക് ഇവിടെ മിസ്സായിപ്പോയി. ഇവിടെ കുറേ ആൾക്കാരുണ്ട് സൺസെറ്റ് കാണാനായിട്ട്. അത് ശരിക്കും ഒരു രസം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൺസെറ്റ് വന്ന് ഇങ്ങനെ കാണാനായിട്ട്. ഈ കൽമണ്ഡപം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ ഒരു കാലത്ത് ഒരുപാട് മലയാള സിനിമകളിൽ ഈ കൽമണ്ഡപത്തിന്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കണം ഇന്നങ്ങനെ വലിയ തിരക്കൊന്നുമില്ല ബീച്ച് സൈഡിൽ. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ സൺസെറ്റ് സമയത്ത് ഈ ബീച്ച് സൈഡിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് ഈ തിരമാലകളും കണ്ട് ഈ കടൽക്കാറ്റും അടിച്ചിരിക്കുന്നത് ശരിക്കും നല്ല റിഫ്രഷിംഗ് ആണല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഒരു ടൈമിൽ ഇങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ വന്നിരിക്കാനായിട്ട്. കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാർ പുതിയ ടെക്നിക്സുമായിട്ട് ഇറങ്ങിയേക്കുക കണ്ടോ. ഇതേ നമ്മുടെ ശംഖുമുഖത്തെ ഐക്കോണിക് ബിൽഡിംഗ്. ഫിഷിംഗ് ബോട്ടുകളെല്ലാം ഇങ്ങനെ കരയ്ക്ക് കയറ്റി വെച്ചേക്കുവാണ്. എനിക്ക് തോന്നുന്നു ഇവര് രാത്രിയായിരിക്കും പോകുന്നത്. അതാണ് ഇപ്പൊ എല്ലാ ബോട്ടുകളും ഇങ്ങനെ കരയ്ക്കിരിക്കുകയാണ്. പലതരത്തില് ഇവിടെ വരുന്ന ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതേ ഒരാൾ ഇവിടെ കുതിരയായിട്ട് നിൽപ്പുണ്ട്. വേറൊരാൾ ഇതേ ഇവിടെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ബബിൾസ് ഒക്കെ ഉണ്ടാക്കി കാണിക്കുന്നു. അങ്ങനെ കുട്ടി കച്ചവടക്കാരാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അപ്പം നേരം ഇങ്ങനെ ഇരുട്ടി തുടങ്ങി. നമുക്ക് ഈ ഫുട്പാത്തിൽ കൂടെ ഒന്ന് ജസ്റ്റ് നടന്നു നോക്കാം. എല്ലാം ചെറിയ ചെറിയ കടകളാണ് ഇവിടെ ഉള്ളത്. അത്ര ഭയങ്കരമായിട്ടുള്ള ഔട്ട്ലെറ്റ്സോ അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്സോ ഒന്നും ഇവിടെ കാണാനില്ല. എല്ലാം ഈ ചെറുകിട കടകളാണ് കൂടുതലും ഉള്ളത്. ആകെ ഉള്ളത് നമ്മളുടെ ഈ ഒരു ഓൾഡ് കോഫി ഹൗസ് ആണ്. ഇവിടെ പണ്ട് കോഫി ഹൗസ് ആയിരുന്നു, ഇപ്പോൾ അത് ഓൾഡ് കോഫി ഹൗസ് എന്ന പേരിൽ പുതിയൊരു മാനേജ്മെന്റ് ആണ് ഇപ്പോൾ അവിടെ ഒരു ഹോട്ടൽ നടത്തുന്നത്. അതൊരു നല്ല ഹോട്ടലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
ഇവിടെ ഒരാൾ ഇങ്ങനെ ഒരു വെർച്വൽ ഗെയിംസും കളിച്ചുകൊണ്ട് ഈ വഴിയെ ഇങ്ങനെ നടപ്പുണ്ട്. പക്ഷെ ഇതും ഏതെങ്കിലും ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ട് അവിടെ ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടെ നന്നായിരുന്നേനെ. കാര്യം ഇത് ആൾക്കാരുടെ ഇടയിലോട്ടൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഗെയിം കളിച്ചിട്ട് ചെന്ന് കയറി കൊടുക്കുകയാണ്. അപ്പം നേരെ ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ ഈ ലൈറ്റ്സ് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലൈറ്റ്സ് മാത്രമേ കത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വെളിച്ചക്കുറവുണ്ട് നല്ല രീതിയിൽ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അഴുക്കാണ്, വേസ്റ്റും എല്ലാം ഡംപ് ചെയ്ത് ആ ഒരു ബീച്ചിൻ്റെ ഭംഗി മുഴുവൻ കളയത്തക്ക രീതിയിലാണ് ഇവിടെ എല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ആൾക്കാർ നടന്നു വരുമ്പോൾ സന്ധ്യാസമയത്തൊക്കെ നടന്നു വരുമ്പം അപകടം പറ്റാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഓവറോൾ ഇവിടെ ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ട്രെയിൻ പോകുന്നുണ്ടോ, ഇതിങ്ങനെ വഴിയിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. ആരുടെയെങ്കിലും കാലിൽ കൂടെയൊക്കെ കയറിപ്പോയാലും അറിയത്തില്ല. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അപ്പം നമ്മളുടെ ഈ ശംഖുമുഖം ബീച്ച് സൈഡ് ഇനിയും ഒരുപാട് മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്ക് സായാഹ്നങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ശംഖുമുഖം ബീച്ച്. എത്രയും പെട്ടെന്ന് ഇത് നല്ല പഴയ പ്രതാപത്തോടു കൂടി നീറ്റായി വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പം ഇതാണ് ശംഖുമുഖത്തെ ഇപ്പോഴത്തെ കാഴ്ചകൾ, ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ അവിടെ നിന്ന് വീഡിയോ എൻഡ് ചെയ്തില്ല, തിരിച്ചിങ്ങി വീട്ടിലെത്തി. കാര്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയത്. അപ്പം അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള സാഹചര്യവും അവിടുത്തെ അന്തരീക്ഷമൊന്നും അത്ര എനിക്ക് ഇതായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ തിരിച്ചിങ്ങി വീട്ടിൽ വന്നു. അപ്പം പണ്ടത്തെ ആ ഒരു ഭംഗിയോ അല്ലെങ്കിൽ ആ ഒരു നീറ്റ്നെസ് ഒന്നും ഇപ്പോൾ ശംഖുമുഖം ബീച്ചിന് ഇല്ലയെന്ന് തന്നെ പറയാം. അവർ കുറേ ഏരിയ ഒക്കെ റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചല്ലോ, നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ കുറേ ഏരിയ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ബീച്ചിന്റെ ആ സ്ട്രെച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നടക്കാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. പിന്നെ കണ്ടല്ലോ, ലൈറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. അപ്പം ആ ഒരു ചെറിയ ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേസിൽ അല്ലെങ്കിൽ ഹോളിഡേയ്സിലൊക്കെ ഇത്രയും ഭയങ്കരമായ ഹ്യൂജ് ആയിട്ടുള്ള ക്രൗഡ് വന്നു കഴിഞ്ഞാൽ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഈ കൺജഷനകത്ത് പോയി ഇരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ബീച്ചിൽ പോകുന്നത്, കുറച്ച് ലീഷർലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം മറ്റ് ബീച്ചുകൾ നമ്മൾ ഒരുപാട് നല്ല നല്ല ബീച്ചുകളൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശംഖുമുഖം ബീച്ചും അതുപോലെ നല്ലൊരു ബീച്ച് തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ അതോറിറ്റീസ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ശംഖുമുഖം ബീച്ചിനെ ഒന്നും കൂടെ നല്ല നീറ്റായിട്ട് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു സായാഹ്നം നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ശംഖുമുഖം ബീച്ച്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എൻ്റെ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.